നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കാത്തിരുന്നൊരു സ്വപ്ന പദ്ധതിയായിരുന്നു 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപയുടെ പെൻഷൻ. കഴിഞ്ഞ മാസങ്ങളിലായി നമ്മൾ അപേക്ഷ കൊടുത്ത ആളുകൾക്ക് ഇതിൻ്റെ വിതരണം തുടങ്ങുകയാണ്. എന്നാൽ സ്വന്തമായി അപേക്ഷിച്ച പല ആളുകൾക്കും ഇപ്പോൾ മെസ്സേജുകൾ വരുന്നുണ്ട്. നമ്മുടെ റേഷൻ കാർഡ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വന്ന മിസ്റ്റേക്കുകൾ എന്തെല്ലാമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് വന്നോ, അതുപോലെ തന്നെ നമ്മുടെ അപേക്ഷ എന്തായി, എന്ന് മുതലായിരിക്കും ഈ ഒരു പെൻഷൻ വിതരണം തുടങ്ങുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇതിനോടകം തന്നെ നിങ്ങൾ പെൻഷൻ അപേക്ഷിച്ചിരുന്നോ? അപേക്ഷിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തന്നെ സ്വന്തമായി അപേക്ഷിച്ച ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോവാതെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ സ്വന്തമായി അപേക്ഷിച്ച ആളുകൾക്കാണ് ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരുന്നത്. അതിൽ നമ്മൾ SLC ബുക്കോ അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്ത് മറ്റ് രേഖകൾ അപ്ലോഡ് ചെയ്യുക, അതിൽ ക്ലിയർ ഇല്ലാതെ രേഖകൾ അപ്ലോഡ് ചെയ്യുക എന്നിങ്ങനെ ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വന്തമായി ചെയ്യുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുക. രേഖകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല ക്ലിയർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്മൾ ആ ഫയലിൻ്റെ സൈസ് കുറക്കുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ ക്ലിയർ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ നോക്കി ക്ലിയർ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇങ്ങനെ മെസ്സേജ് വന്ന ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സൈറ്റിൽ കയറി പുതിയ രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോഴും അപേക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഏകദേശം 9 ലക്ഷം ആളുകൾ മാത്രമാണ് ഇപ്പോഴും അപേക്ഷിച്ചത്. സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം 18 ലക്ഷത്തോളം ആളുകൾ അപേക്ഷിക്കുമെന്നാണ് സർക്കാർ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോഴും 9 ലക്ഷം ആളുകൾ മാത്രമാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. ഇനിയും അപേക്ഷ നൽകാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കുക. നമുക്ക് മനസ്സിലാകുന്നത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും അപേക്ഷ സമർപ്പിക്കാത്തത്. ഒട്ടുമിക്ക സർവീസ് സഹകരണ ബാങ്കുകളിലും ഇപ്പോൾ നല്ല തിരക്കാണ് പുതിയ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പാൻ കാർഡിന് അപേക്ഷിച്ച് പാൻ കാർഡ് ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാത്തത്. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സർവീസ് സഹകരണ ബാങ്കിലൊന്നും പാൻ കാർഡ് ഇപ്പോൾ നിർബന്ധമായി ചോദിക്കുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ പാൻ കാർഡ് കൈവശമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് മറ്റു ബാങ്കുകളിൽ ഏത് ബാങ്ക് അക്കൗണ്ടും ആണെങ്കിലും നമുക്ക് നൽകാൻ സാധിക്കും. ഫെഡറൽ ബാങ്ക്, SBI ബാങ്ക്, കനറ ബാങ്ക് പോലത്തെ ബാങ്കുകളിൽ നിങ്ങൾക്ക് വീട്ടിലുള്ള ഒരു സഹായത്തോടെ നിങ്ങൾക്ക് പുതിയൊരു അക്കൗണ്ട് തുടങ്ങാൻ മൊബൈൽ തന്നെ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. അത് നിങ്ങൾ ബാങ്കിൽ പോകാതെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പറും മറ്റ് ഡീറ്റെയിൽസുകളും ലഭിക്കുന്നതാണ്. സെൽഫായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ അപേക്ഷകൾക്കെല്ലാം ഈ ഒരു അക്കൗണ്ട് നമ്പർ നൽകിയാലും മതിയാകും. അതുപോലെ തന്നെ ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ അപേക്ഷിക്കാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട്. വെള്ള, നീല കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ചുവപ്പിലേക്ക് മാറാൻ അവസരമുള്ളത്. 1000 സ്ക്വയർ ഫീറ്റിന് താഴെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും നിങ്ങളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൻ്റെ അളവ് ലഭ്യമാകുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആ ഒരു സർട്ടിഫിക്കറ്റ് മാത്രം മതിയാവും നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാൻ. അതുപോലെ തന്നെ വാടക താമസിക്കുന്ന ആളാണെങ്കിൽ, അതിന് എത്ര വലിയ വീട്ടിലാണെങ്കിലും വാടക താമസിക്കുന്ന ആളുകളാണെങ്കിൽ ആ വാടക എഗ്രിമെൻ്റ് കോപ്പി കൊടുത്താലും നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാം. അതുപോലെ തന്നെ നിങ്ങൾ BP ലിസ്റ്റിൽ ഉൾപ്പെട്ട കുടുംബമാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ റേഷൻ കാർഡ്, തറവാടത്തെ റേഷൻ കാർഡ്, ചുവപ്പ് റേഷൻ കാർഡ് ആണെങ്കിൽ അതിൻ്റെ കോപ്പി എന്നിവയുമെല്ലാം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുകയും അതുമൂലം നിങ്ങൾക്ക് ഈ പെൻഷൻ അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്കറിയാം, ഇനി നിയമസഭാ ഇലക്ഷൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഇലക്ഷന് മുന്നോടിയായി തന്നെ ഇങ്ങനെയുള്ള പെൻഷൻ വിതരണം സർക്കാർ തുടങ്ങും. ജനുവരി കണക്കാക്കി തന്നെ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. അതായത് നമുക്ക് ഫെബ്രുവരിയിലാണ് പെൻഷൻ ലഭിക്കുന്നതെങ്കിൽ 2 മാസത്തെ പെൻഷൻ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിലവിൽ 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇപ്പോൾ 2000 രൂപ പെൻഷനായിരുന്നു. അത് ഈ ഒരു മാസം 19-ാം തീയതിയാണ് ബജറ്റ് അവതരണം. ആ ബജറ്റിൽ ഇപ്പോൾ 2500 രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ യഥാസമയത്ത് എന്തൊക്കെ രേഖകൾ അപ്ലോഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ എന്നതിനെക്കുറിച്ചുമെല്ലാം നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.